കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ് കമ്മിങ് ബാക്ക്. 100% പറയാൻ പറ്റില്ലെങ്കിലും പതിയെ നമുക്ക് ഓരോരുത്തർക്കും ആ ടീം ഹോപ്പ് തന്നു തുടങ്ങി. പ്രതീക്ഷയില്ലാണ്ടാണ് സൂപ്പർ കപ്പ് കണ്ടു തുടങ്ങിയത്. ആൻഡ് മാസത്തോണ്ട് ഈ ടീം എത്ര സിങ്ക് ആവുന്നൊന്നും നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായില്ല. ന്യൂ പ്ലേയേഴ്സ്, ന്യൂ അറ്റ്മോസ്ഫിയർ, ന്യൂ സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷേ ഫസ്റ്റ് കളിയിൽ മികച്ച പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ലെങ്കിലും ഒരു വിൻ നേടിയെടുക്കാൻ സാധിച്ചു. അതൊരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയായിരുന്നു സൂപ്പർ കപ്പിലേക്ക്. രണ്ടാം മത്സരത്തിൽ താഴ്ന്നു പോയോണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സിനല്ല നമ്മൾ കണ്ടു തുടങ്ങിയത്. പതിയെ നല്ല ട്രാക്കിലേക്ക് വരുന്ന ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് കാണുന്ന ടീമിനെ നമുക്ക് കാണാൻ സാധിച്ചു. നിഹാലും കോൾഡോബേറ്റ് ഫസ്റ്റ് ഹാഫിൽ ഡിഫൻഡേഴ്സിന് ഇട്ട പ്രഷർ, ഇതാണ് ആ മികച്ച 3 ഗോളിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് എത്താൻ സാധിച്ചത്. നോവ, ലൂണ, കോറോ എല്ലാവരും ഈ ടീമിന്റെ ഒപ്പം സിങ്കായി തുടങ്ങുന്ന കാണുമ്പോൾ ഒരുപാട് ആശ്വാസമുണ്ട്. കഴിഞ്ഞ 2 കൊല്ലം വീക്കായോണ്ടിരുന്ന ഡിഫൻസ് പുതിയ ട്രാക്കിലേക്ക് എത്തുന്നു. ദ 2 സെന്റർ ബാക്സ് വികാഷും റോഡ്രിഗസും നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും സിങ്കും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് അറ്റ് സെക്കൻഡ് ഹാഫ് 85-ാം മിനിറ്റിൽ ഇറങ്ങിയ ദ പോർച്ചുഗീസ് മാൻ തിയാഗോ ആൽവസ് 5 മിനിറ്റിൽ അവൻ എന്ത് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഓരോരുത്തർക്കും പന്ത് കിട്ടിയ അടുത്ത മൂവ്മെന്റ് തന്നെ സ്കില്ല് വെച്ച് പെനാൽറ്റി ബോക്സിനോട് ഫോളോ ചെയ്യുന്നു. ഫ്രീ കിക്ക് ലൂണെ അല്ലാണ്ട് മറ്റു വേറെ ഒരാൾ കിക്കുകൾ എടുക്കാൻ ചെയ്യാണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് ഒരു ബിഗ് ഹോപ്പ് തന്നെയാണ് തിയാഗോ ആൽവസിന്റെ ആ ഷോട്ടും കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ ടീം പതിയെ നമുക്ക് പ്രതീക്ഷകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ് സോ ഇറ്റ് കണ്ടിന്യൂസ്. ഫോളോ ഫോർ മോർ ടു നോ about Blasters.